ഹലോ, എല്ലാവർക്കും നമസ്കാരം. അജൂസ് ഹാപ്പി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഏപ്രിൽ 21-ന്, അതായത് കഴിഞ്ഞ മാസം 21-ാം തീയതി തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഉപാസന സ്കൂൾ ഡാൻസ് വളാഞ്ചേരിയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടേക്ക് വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപായിട്ട് ഓട്ടംതുള്ളലായിരുന്നു കേട്ടോ. നിറയെ ആൾക്കാരുണ്ടായിരുന്നു കാണാൻ, നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ ഇതിൻ്റെ മുൻപ് പങ്കെടുത്ത സമയത്ത് ഇത്രയും ആളുകളുണ്ടായിരുന്നില്ല, നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഗ്രീൻ റൂമിലെ കാഴ്ചകളാണ് കേട്ടോ. അവിടെ ബാക്കിൽ അമ്പലത്തിൽ നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, ഒരു ബിൽഡിങ്. അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യാനും ഡ്രസ്സ് ചെയ്യാനും ഒക്കെ റൂംസൊക്കെ ഉണ്ട്. നല്ല സൗകര്യമാണ് കേട്ടോ. തിരുനാവായ അമ്പലത്തിൽ ഡ്രസ്സിങ് മേക്കപ്പ് ചെയ്യാനൊക്കെ നല്ല സൗകര്യമാണ്. പിന്നെ നല്ല പെരുമാറ്റമൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പ്രോഗ്രാം ചെയ്യാൻ പോവാൻ. ഇത് നമ്മളെ കുട്ടികൾ, എൻ്റെ അനിയനാണ് ഇവിടെ പേസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പേസ്റ്റൊക്കെ അടിച്ചിട്ട് അവൻ അപ്പുറത്ത് സത്യേട്ടനുണ്ട്. സത്യേട്ടൻ തൃശ്ശൂരിലെ പ്രശസ്തനായ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ സ്ഥിരം മേക്കപ്പ് ആർട്ടിസ്റ്റ്. അദ്ദേഹം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് ചെയ്യുക. ഇപ്പോൾ അത് പുരികം വരയ്ക്കുക, കണ്ണെഴുതുക, എല്ലാം ബാക്കി ടച്ചപ്പ് എല്ലാം സത്യേട്ടൻ ചെയ്യും. നമ്മളെ മുടി കെട്ടി കുട്ടികൾ നേരത്തെ അങ്ങോട്ട് വിട്ടു കേട്ടോ. കാരണം പ്രോഗ്രാമൊക്കെ ആകുമ്പോൾ ആദ്യം മേക്കപ്പ് ചെയ്തിട്ടാണ് മുടി കെട്ടാറുള്ളത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാമൊക്കെ ആകുമ്പോൾ കുറേ കുട്ടികളും കൂടെ ഉണ്ടാകുമ്പോഴേ നമുക്ക് നേരത്തെ കറക്റ്റ് സമയത്ത് സ്റ്റേജിൽ കയറണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ മേക്കപ്പ് മാൻ വരുമ്പോഴേക്കും മുടി കെട്ടി വയ്ക്കും. എന്നിട്ട് പിന്നെ മുടി കെട്ടി ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേഷ്യൽ മേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ഹെഡ്സെറ്റ് വയ്ക്കുകയാണ്. ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞിട്ട് സൂര്യനും ചന്ദ്രനും വയ്ക്കും. അതിനുശേഷം ജുമുക്കി മാട്ടി വയ്ക്കും. എന്നിട്ട് പൂ വയ്ക്കും. ഞങ്ങൾ ബാക്കിൽ കൊണ്ട കെട്ടിയിരിക്കുകയാണ്. കാരണം ചില സമയത്ത് പ്രോഗ്രാമിനൊക്കെ കൊണ്ട കെട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുടി നീട്ടിയിടുന്നതാണ് ഭംഗി. പക്ഷേ എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ കൊണ്ട കെട്ടാറുണ്ട്. നമ്മൾ അത്രയും പരിമിതമായ സമയമൊക്കെ ഉള്ള കുറേ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ട കെട്ടുകയാണ് ചെയ്യാറുള്ളത് ഇവിടെയും. അപ്പോൾ ഞങ്ങൾ കൊണ്ട കെട്ടാണ് ചെയ്തിട്ടുള്ളത്. കൊണ്ട കെട്ടിയിട്ട് പൂ വയ്ക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എല്ലാ കുട്ടികൾക്കും അങ്ങനെ ചെയ്തത്. വലിയ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തത്. ജുമുക്കി മാട്ടിയാണ് വെക്കുന്നത് കേട്ടോ. കുട്ടികൾക്ക് വലിയ സന്തോഷമാണ് പ്രോഗ്രാമൊക്കെ ആകുമ്പോൾ. കുട്ടികൾക്കല്ല, എല്ലാവർക്കും ഡാൻസ് കളിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാവും പ്രോഗ്രാം എന്ന് പറയുമ്പോൾ. അതിപ്പോഴും മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പൂ വെച്ചു കേട്ടോ. പൂ വെച്ചു. നമ്മൾ എല്ലാം പരിപാടി തുടങ്ങുന്നതിന് മുൻപ് നമ്മളെല്ലാം സെറ്റാക്കി ഒക്കെ നല്ല റെഡിയാക്കി വെച്ചിരിക്കും. ഇത് റെഡും വൈറ്റുമാണ് പൂവൊക്കെ ഷൂട്ട് ചെയ്ത് പൂ വെച്ചത്. നമ്മൾ ഒരു സെക്ഷൻ കുട്ടികൾക്ക് പല സൈസിലാണ് കുട്ടികൾ. അപ്പോൾ അത് കാരണം അവർക്ക് പല കളറിലുള്ള ഡ്രസ്സാണ് ചൂസ് ചെയ്തത്. അല്ലാതെ അവർക്ക് ഒറ്റ കളർ ഡ്രസ്സ് ചെയ്യുമ്പോൾ അവർ പല ഹൈറ്റുള്ളവരാകുമ്പോൾ നടക്കണില്ല. അല്ലാതെ വേറൊരു സെക്ഷൻ നമ്മൾ ഒരേ കളർ ഡ്രസ്സ് തന്നെ ചൂസ് ചെയ്തു. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഡ്രസ്സിങ് എല്ലാം ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ടച്ചപ്പിലാണ് നമ്മൾ ദക്ഷിണയൊക്കെ വാങ്ങിയിട്ട് സ്റ്റേജിൽ കയറാനുള്ള തത്രപ്പാടിലാണ്. സ്റ്റേജിൽ കയറിയിട്ട് നമ്മൾ സ്റ്റേജിൽ എല്ലാവരും കളിക്കുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വീതം ഇടാട്ടോ. പിന്നെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. ഇത് അച്ചും ശ്രേയയാണ് കേട്ടോ. അവർ ഭയങ്കര ഫ്രണ്ട്സാണ്. പിന്നെ നമ്മൾ എല്ലാവരുടെയും പ്രോഗ്രാം കാണിച്ചു തരാം കേട്ടോ. കുറേശ്ശെ കാണിച്ചു തരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് സമ്മാനം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. വളരെ സന്തോഷമായിരുന്നു. തിരുനാവായത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എല്ലാവരും ഹാപ്പി ആയിരുന്നു. വളരെ മനസ്സ് നിറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ഭക്ഷണം കഴിച്ച് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് പിരിഞ്ഞത്. ദക്ഷിണ വാങ്ങൽ ചടങ്ങാണ് കേട്ടോ. ഏകദേശം ടൈമായിട്ടുണ്ട് സ്റ്റേജിൽ കയറാൻ. ഞങ്ങൾ സ്റ്റേജിൽ കയറാൻ ആകുമ്പോഴേക്കും തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സ്റ്റേജിലെ പ്രോഗ്രാം. ഒരു അരമണിക്കൂർ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിന് ശേഷമാണ് പ്രോഗ്രാം തുടങ്ങിയത്. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടി. എല്ലായിടത്തുനിന്നും ഇങ്ങനെ സമയം കിട്ടാറില്ല കേട്ടോ. നമ്മൾ വേഗം തത്രപ്പാടിൽ ഓടിപ്പിടിച്ച് കയറുകയാണ് ചെയ്യുക. ഇതിപ്പോൾ അങ്ങനെ വേണ്ടി വന്നില്ല. കളിക്കുന്ന കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട് ഇതിൽ. ഇതൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസാണ്. ഇവരെല്ലാവരും ഒരേ കോമ്പിനേഷനിൽ ഡ്രസ്സ് ഇടാൻ പറ്റി. പക്ഷേ ഇവർ പല സൈസുള്ള കുട്ടികളായത് കാരണം ഇവർക്ക് അങ്ങനെ പറ്റിയില്ല. ശ്രീഷ്ണ, ശ്രേയ, ശ്രീരുദ്ര, അച്ചു, അതിഥി ആൻഡ് അഞ്ജന
ഞാൻ ഇത്രയും ആളുകൾ. ഇവർക്ക് ഒരേ കളർ ഡ്രസ്സ് നമുക്ക് പറ്റിയില്ല, പല സൈസായത് കാരണം. ഒന്നത് ശ്രീരുദ്രയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതാണ്. അച്ചുവും ഞാനും സുനിയേട്ടനും. നമ്മളെ കുട്ടികളുടെ പ്രോഗ്രാം കാണിച്ചു തരാം കേട്ടോ. തീർത്ഥ അഞ്ജന